നിലവിൽ ബഹ്റൈൻ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 3 കെട്ടിടങ്ങളിൽ കാര്യമായ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വിവരം അത് ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിച്ച് തന്നെ നൽകാൻ കഴിയും. പക്ഷേ ഈ ബഹ്റൈനിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ മേഖലകളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പല അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെയും നൽകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ്. മറിച്ച് UAE-യിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 തവണയാണ് ഇന്ന് ആകെ UAE-യിലേക്ക് ആക്രമണം ഉണ്ടായത്. ഈ 4 തവണയും ആക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞു. അബുദാബിയിൽ ഉച്ചയ്ക്കുണ്ടായ ഒരു മരണം മാത്രമാണ് ഒരു കാഷ്വാലിറ്റി ആയിട്ടുള്ളത്. വൈകിട്ടോടു കൂടി ദുബായിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിച്ചു എന്നുള്ളതാണ് ആശങ്കയുള്ളത്. അത് പാം ജുമേറയിലേക്ക് ഒരു ആക്രമണം ബാധിക്കുകയും ഒപ്പം തന്നെ ഒരു ഫ്ളാറ്റിന് മുന്നിൽ തീപിടുത്തമുണ്ടായി 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് ഗുരുതരമായ പരിക്കല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് UAE-യുടെ കാര്യം. പക്ഷേ ബഹ്റൈൻ ഒപ്പം തന്നെ കുവൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഒക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെയും പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. അപ്പോൾ ആ തോതിൽ ഈ കുവൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഓൾറെഡി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വലിയ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇവരുടെ പരമാധികാരത്തിന് മേൽ ഇറാന്റെ മിസൈൽ പതിക്കുന്ന സ്വാഭാവികമായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കോട്ടമാണ്. റീറ്റാലിയേഷനിലേക്കൊന്നും കടക്കാനുള്ള സാധ്യത ഈ മണിക്കൂറുകളില്ലല്ലോ. സുഹൈൽ, ഈ ഒരു ഘട്ടത്തിൽ അതില്ല എന്ന് പറയേണ്ടി വരും. കാരണം അല്പസമയം മുമ്പ് സൗദിയുടേതായിട്ട് വന്ന ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ തങ്ങൾ കൂടുതൽ കടന്നൊരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളത് സൗദി ഔദ്യോഗികമായി അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി. ഈ ഒരു സമയത്ത് ഇതിൽ കടന്ന്, അതായത് ആക്രമണത്തെ അപലപിക്കുന്നു, തിരിച്ചടിക്കാൻ ഉള്ള പവർ തങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം തങ്ങൾക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും ചെറുക്കും എന്ന് UAE-യും സൗദിയും ഒപ്പം തന്നെ മറ്റ് ഈ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളൊക്കെയും പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നൊരു ഒന്നുകൂടി സംസാരിക്കാൻ ഈ പറയുന്ന ഒരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. രാഷ്ട്ര തലവന്മാർ തയ്യാറായിട്ടില്ല. ഇവർ തമ്മിൽ നിരന്തരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകിട്ടോടുകൂടി എല്ലാ രാഷ്ട്രത്തിലെ തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്.